ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് എക്സോറ എന്നറിയപ്പെടുന്ന വൈൽഡ് ഇന്ത്യൻ ജാസ്മിനെ പറ്റിയാണ്. നമ്മുടെ ചെത്തിപ്പൂവ് അല്ലെങ്കിൽ തെച്ചിപ്പൂവ് എന്നറിയപ്പെടുന്ന വളരെ മനോഹരമായിട്ടുള്ള എപ്പോഴും പൂക്കൾ തരുന്ന ഈ ഒരു പ്ലാന്റിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് തെച്ചിപ്പൂവിൻ്റെ കീടങ്ങളുടെ ആക്രമണം കാരണം പൂക്കൾ നന്നായിട്ട് വിരിഞ്ഞു വരുന്നില്ല. അപ്പോൾ അതിനുള്ള പ്രതിവിധിയും അതുപോലെ തന്നെ തെച്ചിപ്പൂവിൻ്റെ പരിചരണവും നടീൽ രീതിയുമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഈ വീഡിയോയുടെ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ഹായ്, ഞാൻ സല്ലു. ഗാർഡനിങ് വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം കാണുന്ന ബെൽ ഐക്കണും കൂടെ എനേബിൾ ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. ഇന്ന് നമുക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നത് ജാൻസി മാഡം ആണ്. അപ്പം വീഡിയോയിലേക്ക് കിടക്കാം. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഇന്ന് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വന്നിരിക്കുകയാണ്. വേറെ ഒന്നുമല്ല, മഴക്കാലത്തും അതുപോലെ വേനലിലൊക്കെ നമുക്ക് നിറയെ പൂക്കൾ തരുന്ന നമ്മുടെ ചെത്തിയുടെ വിശേഷങ്ങളാണ് ഇന്ന് പങ്കുവയ്ക്കുന്നത്. നമുക്ക് ചെത്തികളില്ലാത്തൊരു വീട് പോലും ഉണ്ടാവാൻ വഴിയില്ല. കാരണം നാടൻ ചെത്തിയെങ്കിലും നമ്മുടെ വീടുകളിൽ പണ്ട് കാലങ്ങളേ തുടങ്ങി നമ്മൾ ഇഷ്ടപ്പെട്ടു വരുന്നൊരു ചെടിയാണ് ചെത്തി. ചെത്തി തന്നെ ഒത്തിരി വെറൈറ്റികളുണ്ട് കേട്ടോ. അത് എത്രയോ വെറൈറ്റികളുണ്ട്. നമുക്ക് കളറൊക്കെ കാണുമ്പോൾ ഒത്തിരി ഇഷ്ടം തോന്നും. നമ്മളത് വീട്ടിലേക്ക് കൊണ്ടുവരും, നഴ്സറിയിൽ നിന്നൊക്കെ വാങ്ങിച്ചു കൊണ്ടുവരും. പക്ഷേ പലപ്പോഴും ഈ ചെത്തികൾ അവിടെ നിന്ന് പൂവുണ്ടായി കൊണ്ടുവന്നതിന് ശേഷം പിന്നെ ഉണ്ടാകുന്ന ചെടികളിൽ ഉണ്ടാകുന്ന മുട്ടുകൾ കരിഞ്ഞു പോകുന്നു, അല്ലെങ്കിൽ മുട്ടുകൾ ഉണ്ടാകുന്നില്ല, ചെടി നല്ല ഹെൽത്തി ആയിട്ട് വളരുന്നില്ല എന്നുള്ള പ്രശ്നമൊക്കെ വളരെ മുമ്പ് തുടങ്ങി ഞാൻ ഈ ചെത്തി വാങ്ങുമ്പോഴേ എനിക്കും അനുഭവപ്പെട്ടിട്ടുള്ളതാണ്. പക്ഷേ നമുക്ക് വളരെ ഈസി ആയിട്ട് നമ്മളൊന്ന് ശ്രദ്ധിച്ച് അതിൻ്റെ പോട്ടി മിക്സും അതിന് പൂക്കളുണ്ടാകുന്ന സമയത്ത് മുട്ടുകളൊക്കെ വരുന്ന സമയത്ത് നമ്മൾ അവയൊന്ന് ശ്രദ്ധിച്ചാൽ വളരെ നല്ല രീതിയിൽ പൂക്കൾ കിട്ടും കേട്ടോ. പിന്നെ ഞാനിപ്പോൾ ഈ പ്രാവശ്യം മുട്ടുകൾ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ അത് ഹെൽത്തി ആയിട്ട് തന്നെ വിരിഞ്ഞോളും എന്നൊക്കെ വിചാരിച്ച് ഞാൻ അധികം കെയർ ചെയ്യാതിരുന്നെങ്കിലും ഒരു പ്രശ്നമുണ്ടായി. മുട്ടുകളൊക്കെ ഒരു തരം ചിലന്തി അല്ലെങ്കിൽ പുഴുക്കളോ എന്തോ ആണെന്ന് അറിയില്ല, മുട്ടുകൾ വിരിയുന്നതിന് മുമ്പ് തന്നെ കൊഴിഞ്ഞു പോകുന്ന രീതിയിലുള്ള ഒരു പ്രശ്നം വന്നു. അപ്പം ഞാൻ അതിന് ഉപയോഗിച്ച ഒരു നമ്മുടെ ഫെർട്ടിലൈസറൊക്കെ കൊടുക്കുന്ന കടകളിൽ നമ്മുടെ ചെടിയുടെ വളമൊക്കെ കിട്ടുന്ന ഷോപ്പുകൾ ഇപ്പോൾ ഒത്തിരി ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് വാങ്ങിച്ച ഒരു ഇവയെ കൊല്ലാൻ, ഈ മുട്ടുകളൊക്കെ തിന്നുന്ന അല്ലെങ്കിൽ കൂമ്പ് വലിച്ചു കുടിക്കുന്ന, നീര് വലിച്ചു കുടിക്കുന്ന പ്രാണികൾ, ഈ കൂമ്പിലാണ് നമുക്ക് ഇതിൻ്റെ മുട്ടുകളൊക്കെ വരിക. അപ്പോൾ അങ്ങനെ കൂമ്പുകളിൽ നമ്മൾ അടിക്കാനായിട്ട് ഉപയോഗിച്ച ഒരു രാസകീടനാശിനി തന്നെയാണ്, പക്ഷെ സ്ട്രോങ് അല്ല. നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് അത് വലിയ എന്താ പറയുക, പേടിക്കാതെ തന്നെ നമുക്ക് തളിക്കാൻ പറ്റിയ ഒരു മരുന്നാണ്. ഇത് കണ്ടല്ലോ, ഇതേപോലെ നിറയെ മുട്ടുകൾ. ഇതിപ്പോൾ നഴ്സറിയിൽ നിന്ന് വാങ്ങിയിട്ട് 4ാമത്തെ വർഷമാണ്. ഇപ്പോഴും ഇത് നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ആ ഒരു ഫെർട്ടിലൈസർ ഇപ്പോൾ ഇതുപോലെ മുട്ടുകളുണ്ടായപ്പോൾ എനിക്ക് പേടിയായിരുന്നു ഇത് വിരിയണതിന് മുമ്പൊക്കെ തിന്നു പോകുമല്ലോ എന്ന്. അപ്പോൾ ഞാനിത് കരുതിയിട്ടുണ്ടായിരുന്നു വീട്ടിൽ ആ മരുന്ന്. അപ്പോൾ ആ മരുന്ന് നിങ്ങളൊന്ന് പരിചയപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ചട്ടികളിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, എല്ലാം വലിയ ചട്ടികളിലാണ് ഞാൻ നട്ടിരിക്കുന്നത്. കണ്ടോ, ചെത്തിയൊക്കെ വളരെ നാൾ നിൽക്കുന്നതാണ്. കണ്ടല്ലോ, ഈ വലിയ ചട്ടികളിലും. അപ്പോൾ നമ്മുടെ വീടുകളിൽ പലപ്പോഴും നമുക്ക് ഇത്രയും വലിയ ചട്ടികളിലൊക്കെ മണ്ണ് കിട്ടാനൊക്കെ ഭയങ്കര പാടല്ലേ. അതുപോലെ മണ്ണ് കിട്ടുന്നത് മാത്രമല്ല, ഈ ചകിരിച്ചോറൊക്കെ ഉപയോഗിച്ചിട്ടായിരിക്കും നമ്മൾ ഹാർഡായിട്ടിരിക്കുന്ന മണ്ണിന് ഇളക്കം കിട്ടാനൊക്കെ നമ്മൾ എല്ലാ ചെടികളും നടാം. അപ്പോൾ ഇതുപോലെയുള്ള ചെടികൾ നടാൻ നേരത്ത് നമുക്ക് ഈ ചട്ടിയിൽ ഉപയോഗിക്കാൻ പറ്റിയ അടിപൊളി ഒരു പൊട്ടി മിക്സും കൂടി ഇന്ന് പരിചയപ്പെടുത്തുന്നുണ്ട്. നമുക്ക് ചകിരിച്ചോറില്ലാതെ തന്നെ നമ്മുടെ വീട്ടിൽ കളഞ്ഞിടുന്ന സാധനങ്ങൾ ഉപയോഗിച്ച് നമ്മൾ ഡെയിലി കളയുന്ന വേസ്റ്റ് മെറ്റീരിയൽ ഉപയോഗിച്ചാണ്, അല്ലെങ്കിൽ വേസ്റ്റ് സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് പോട്ടി മിക്സ് തയ്യാറാക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇത് കാണാൻ ശ്രമിക്കുക, സ്കിപ്പ് ചെയ്യാതെ കാണുക. മാത്രമല്ല, ഞാൻ പറയുന്ന പോട്ടി മിക്സ് നമുക്കിതുപോലെയുള്ള പച്ചക്കറികൾക്കും ഉപയോഗിക്കാം കേട്ടോ. വെണ്ട, അതുപോലെ മുളക്, എല്ലാത്തിനും, തക്കാളി, ഇതെല്ലാത്തിനും നമുക്ക് ഈ പോട്ടി മിക്സ് ഉപയോഗിക്കാം. അതുപോലെ വലിയ ചട്ടികളിൽ ഏത് ചെടി നട്ടാലും ഈ പോട്ടി മിക്സ് ഉപയോഗിച്ചാൽ നമുക്ക് മണ്ണിന് നല്ല ഇളക്കവും കിട്ടും, ചെടി നല്ല ഹെൽത്തി ആയിട്ട് വളരുകയും ചെയ്യും. മണ്ണ് സാധാരണ മണ്ണാണ്, അതായത് നമ്മുടെ തൊടിയിൽ നിന്ന് നമ്മൾ എടുത്തിരിക്കുന്ന മണ്ണ്. അതുപോലെ ചാണകപ്പൊടി വേണം. അതുപോലെ നമ്മൾ എടുക്കുന്ന ചകിരിച്ചോറിന് പകരം എടുക്കുന്ന കാര്യം എന്ന് പറയുന്നത് നമ്മളെ പറമ്പുകളിൽ നിന്നോ നമ്മുടെ തോട്ടത്തിൽ നിന്നൊക്കെ നമ്മൾ പറിച്ച് കളയുന്ന ഇതേപോലത്തെ പുല്ല്. കണ്ടോ, ഈ പുല്ല് നല്ലൊരു വളമാണ്. നൈട്രജൻ ധാരാളം അടങ്ങിയിരിക്കുന്ന ഇതേപോലെയുള്ള മുത്തങ്ങയുടെയും അതുപോലെ പലതരത്തിലുള്ള പുല്ലുകൾ
നമ്മൾ ഇതുപോലെ ഞാൻ ഇതുപോലെ കളക്ട് ചെയ്ത് വെക്കും വലിയ ചട്ടികളിൽ. അതിൽ പച്ചക്കറികളൊക്കെ നടുമ്പോൾ നമുക്കിത് ചകിരിച്ചോറിനും പകരം നല്ലൊരു വളവുമാണ്, അതുപോലെ മണ്ണിന് നല്ല ഇളക്കവും കിട്ടും. ഇനി ഇതില്ല എന്നുണ്ടെങ്കിൽ, പുല്ലില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ പറമ്പുകളിൽ നമ്മൾ അടിച്ചു വാരുന്ന ചവറുണ്ടല്ലോ, ഇതേപോലെയുള്ള ചവറ്, നമുക്ക് മരങ്ങളുടെ ഇലകൾ, ഇതൊക്കെ നല്ലൊരു കമ്പോസ്റ്റാണ്. ഇതിൻ്റെ കൂടെ ചാണകപ്പൊടി എല്ലുപൊടി കൂടി വരുമ്പോഴേക്കും മണ്ണ് നന്നായിട്ട് ഇളകി നല്ല രീതിയിലുള്ള പോഷകമായിട്ടുള്ളൊരു മിശ്രിതമായിട്ട് പോട്ടി മിക്സായിട്ട് തീരും. അപ്പോൾ ഇതാണ് ഞാൻ ചകിരിച്ചോറിന് പകരം എടുക്കാൻ നിങ്ങളോട് പറയുന്ന ഏറ്റവും നല്ലൊരു മീഡിയം. അതായത് നമ്മുടെ വീട്ടിൽ എപ്പോഴും നമ്മൾ ഇപ്പോൾ മഴക്കാലമായതുകൊണ്ട് ഒത്തിരി പുല്ലുകൾ ഇങ്ങനെ കിട്ടും. അതുപോലെ നമുക്ക് പടർന്നു പോകുന്ന പുല്ലുകൾ, കാട്ടിലൊക്കെ വരുന്ന പടർന്നു പോകുന്ന പച്ചിലകളൊക്കെ നല്ലതാട്ടോ, ഏത് പച്ചിലയും നല്ലതാണ്. അപ്പോൾ ഇതാണ് ഞാൻ ചകിരിച്ചോറിന് പകരം എടുക്കാനായിട്ട് നിങ്ങളോട് പറയുന്ന കാര്യം. പിന്നെ നമുക്ക് വേണ്ടത് വലിയൊരു ചട്ടി കണ്ടോ. ഈ തെറ്റി, ചെത്തി ഇങ്ങനത്തെയൊക്കെ ചെടികളൊക്കെ ഒത്തിരി നാൾ നമ്മുടെ ചട്ടികളിൽ അല്ലെങ്കിൽ നടുന്നിടത്തുണ്ടാകും, അത് പെട്ടെന്ന് നശിച്ചു പോകുന്നതല്ല. അപ്പോൾ ഈ ഒരു ചട്ടി ഞാൻ ഹോൾസെയിൽ കടയിൽ നിന്ന് വാങ്ങിയതാണ്. 50 രൂപയായുള്ളൂ. സാമാന്യം വലിപ്പമുണ്ട്, നല്ല വലിപ്പമുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഫംഗിസൈഡായിട്ടുള്ള സാഫ്. ഈ സാഫിനെ പറ്റി പലപ്പോഴും പല വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. സാഫ് വേണം, അതുപോലെ നമുക്ക് എല്ലുപൊടി വേണം. ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ടൊരു പൊട്ടി മിക്സ് ചെത്തിക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, ചകിരിച്ചോറില്ലാതെ തന്നെ. ഓക്കെ, അപ്പോൾ ഞാൻ നടുന്ന രീതിയും കൂടി ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ചെടി നടാൻ പോകുന്ന ചട്ടി എടുത്തു. അതിനകത്ത് ഇതുപോലെ കുറച്ച് ഒട്ടുനുറുക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെങ്കല്ലോ കല്ലോ എന്തെങ്കിലും ഇടാം കേട്ടോ. നമുക്ക് നല്ല ഡ്രൈനേജ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അതിനകത്തേക്ക് നമ്മുടെ മണ്ണ് ഇടും. ഇതുപോലെ വലിയ ചട്ടിയായി നമുക്ക് ഒത്തിരി മണ്ണ് വേണം. പലർക്കും മണ്ണ് കൂടുതൽ എടുക്കാൻ അവൈലബിൾ അല്ലായിരിക്കും. അപ്പോൾ നമുക്ക് എപ്പോഴും ഇതുപോലുള്ള ചവറ്, പുല്ലിൻ്റെ വേസ്റ്റ്, ഇതൊക്കെ നമുക്ക് നല്ലതാണ്. അപ്പോൾ കുറച്ച് മണ്ണ് ഇതുപോലെ ഇടുക. ഇതുപോലെ മണ്ണിട്ടതിന് ശേഷം നമ്മളിപ്പോൾ ഇടാൻ പോകുന്ന ചകിരിച്ചോറിന് പകരമുള്ള ഈ പുല്ല് നമ്മൾ കുറച്ചിടാണ് കേട്ടോ. ഒരു ലെയർ പുല്ലിടാം. ഇപ്പോൾ ഈ പുല്ല് തന്നെ വേണമെന്നില്ല, നമുക്ക് ഇതുപോലത്തെ ചവറുണ്ടെങ്കിൽ ചവറ് ഇടാം കേട്ടോ. കുറച്ച് ഞാനിപ്പോൾ ഇത് ഉള്ളതുകൊണ്ട് ഞാൻ കുറച്ച് ചവറും കൂടി ഇടുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ചാണകപ്പൊടി, ഞാൻ പറഞ്ഞല്ലോ, ചാണകപ്പൊടി ഏത് ചെടി നടുമ്പോഴും നമുക്ക് ചാണകപ്പൊടി മണ്ണിൽ നല്ല രീതിയിൽ അതിൻ്റെ വളത്തിൻ്റെ എല്ലാ ഗുണങ്ങളും കിട്ടാൻ വേണ്ടി ചാണകപ്പൊടി വളരെ നല്ലതാണ്. അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ വെർമി കമ്പോസ്റ്റ് ഉണ്ടെങ്കിൽ വെർമി കമ്പോസ്റ്റ് ഇട്ടാലും മതിയാവും കേട്ടോ. അപ്പോൾ ഇതുപോലെ ചാണകം ഇട്ടു. അതിനുശേഷം എല്ലുപൊടി, കുറച്ച് എല്ലുപൊടി ഇടാം. വേപ്പിൻ പിണ്ണാക്ക് ഇട്ടാൽ നല്ലതാണ്, പക്ഷേ വേപ്പിൻ പിണ്ണാക്ക് ഇപ്പം എൻ്റെ കയ്യിൽ ഇല്ല കേട്ടോ. വേപ്പിൻ പിണ്ണാക്ക് ഉണ്ടെങ്കിൽ ഇട്ടോളൂ. ഇല്ലെങ്കിൽ നമ്മൾ മണ്ണിലെ കീടങ്ങൾക്കും അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഫംഗിസൈഡ് സാഫ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ സാഫ് നമുക്ക് കുറച്ചിടാം. അതിനുശേഷം വീണ്ടും കുറച്ച് മണ്ണിടാം. വലിയ ചട്ടിയാണെങ്കിൽ, ഇതിലും വലിയ ചട്ടികളാണെങ്കിൽ നമുക്ക് ഒരു ലെയറും കൂടി ഇതുപോലെ മണ്ണിട്ടിട്ട് ഒരു ലെയറും കൂടി നമുക്ക് ഇതുപോലെ പുല്ലിൻ്റെ വേസ്റ്റും അതുപോലെ ചവറൊക്കെ ഉണ്ടെങ്കിൽ ഇടാം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ പോട്ടിൻ്റെ അളവനുസരിച്ച് നമ്മൾ ഇടണം കേട്ടോ. ഞാൻ പക്ഷെ കുറച്ചും കൂടി ഇതിനകത്ത് ഈ പുല്ലിൻ്റെ വേസ്റ്റ് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. പുല്ലിൻ്റെ വേസ്റ്റ് അല്ല, പുല്ല്. കുറച്ച് ചാണകപ്പൊടി നമ്മുടെ ഇതിൻ്റെ അനുസരിച്ച്, അതായത് ചട്ടിയുടെ വലിപ്പം അനുസരിച്ച് വേണം നമ്മൾ ചെയ്യാൻ. പുല്ല് ഒരിക്കലും മണ്ണിന് വെളിയിലേക്ക് വരരുത്. പുല്ലും മണ്ണിൻ്റെ വെളിയിൽ വന്നു കഴിഞ്ഞാൽ അത് വീണ്ടും പൊട്ടി മുളയ്ക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ മണ്ണിൻ്റെ അടിയിലേക്ക് തന്നെ പോകണം. ഞാൻ തെച്ചിയുടെ ചെടി കാണിച്ചില്ലേ, അത് ഞാൻ കുറേ മണ്ണ് കളഞ്ഞു കേട്ടോ. കണ്ടോ, അടിയിൽ നിന്നും കുറേ മണ്ണുകൾ നമ്മൾ ഇതുപോലെ ഇളക്കി കളയാം. എന്നാലാണ് ആ വേര് നന്നായിട്ട് നമ്മുടെ ഈ ചട്ടിയിലും മണ്ണിലേക്ക് പടർന്ന് വരുള്ളൂ. അല്ലെങ്കിൽ ഇതുപോലെ കട്ടിയായിട്ട് തന്നെ ഇരിക്കും. അത് നമ്മൾ ഇതിനകത്തേക്ക് ഇറക്കി വെക്കാം. കാരണം നമ്മൾ ഇത്തിരി പൊന്തിയിരുന്നാലും കുഴപ്പമില്ല, കുറച്ച് കഴിയുമ്പോഴേക്കും ഇതിലത്തെ ആ ഇലകളെല്ലാം അവിഞ്ഞ് അല്ലെങ്കിൽ അത് പതുക്കെ ചീഞ്ഞ് ഇത് താഴത്തേക്ക് ഇരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇത്തിരി പൊക്കി വെച്ചാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ വെച്ചതിന് ശേഷം വീണ്ടും കുറച്ച് ചാണകപ്പൊടിയും മണ്ണും ഇട്ട് ഫില്ല് ചെയ്താൽ മാത്രം മതി. നല്ല വേരോട്ടം കിട്ടും, ചെടിയൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് വളരും. ഞാൻ എൻ്റെ ചെത്തികളെല്ലാം വലിയ ചട്ടികളിൽ നിൽക്കുന്നത് ഇതുപോലെയാണ് നട്ടിരിക്കുന്നത്. ചെത്തി മാത്രമല്ല, ചെമ്പകം, ലാങ്കി, അതുപോലെ പച്ചക്കറികൾ, ഫ്രൂട്ട്സ്, ഇതെല്ലാം ഇതേ പ്രോസസ്സിലാണ് നട്ടിരിക്കുന്നത് കേട്ടോ. ചകിരിച്ചോറല്ല കൂടുതലും യൂസ് ചെയ്തിരിക്കുന്നത്. ചകിരിച്ചോറ് ഉണ്ടെങ്കിൽ ഞാനത് ഇടാറുണ്ട്. കൂടുതലും ഇതുപോലത്തെ ഉള്ള കാര്യങ്ങളാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇതുപോലെ നട്ടു നോക്കിയാൽ നല്ല രീതിയിൽ ചെടി ഹെൽത്തി ആയിട്ട് വളരും കേട്ടോ. അങ്ങനെ നമ്മുടെ 2 തെച്ചിയും നമ്മൾ നട്ടു കഴിഞ്ഞിട്ടോ.
അപ്പോൾ ഇനി ഇതിനകത്ത് നന്നായിട്ട് നമ്മൾ വാട്ടറിങ് കൊടുക്കണം. നന്നായിട്ട് മണ്ണ് നനയുന്ന വരെ ഒന്ന് നനച്ച് ആദ്യം ഒന്ന് അങ്ങനെ നനച്ച് വെക്കണേ. ശരിക്കും അത് അടിയിൽ വരെ ഈ വെള്ളം എത്താവുന്ന രീതിയിൽ ഒന്ന് നനച്ച് കൊടുക്കുക. അതിനുശേഷം പിന്നെ നമുക്ക് കുറേശ്ശെ വെള്ളം നനച്ചാൽ മതിയാകും. പിന്നെ ഇതിനകത്ത് ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഈ ആദ്യത്തെ പൂക്കളൊക്കെ ഉണ്ടായി കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും പിന്നെ വരുന്ന പൂക്കൾക്കാണ് നമുക്ക് ഇത് വിരിഞ്ഞ് കിട്ടാനൊക്കെ ഒരു ചെറിയ മടി ഉണ്ടാകാം. അപ്പോൾ അതിനാണ് ഞാൻ വേറൊരു ടിപ്പ് പറയുന്നുണ്ട്. തുടർന്നുള്ള ഈ ഒരു വീഡിയോയുടെ 2ാം ഭാഗം നമ്മുടെ ചാനലിൽ ഉടൻ തന്നെ വരുന്നതാണ്. കാരണം ഒരുപാട് ലെങ്തി ആയിട്ടാണ് ഈ ഒരു വീഡിയോ വരുന്നത്. അതാണ് പാർട്ട് 1 പാർട്ട് 2 ആക്കിയിരിക്കുന്നത്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്.